Okay, good evening and welcome back. നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം കഴിഞ്ഞൊരു സെഷന്റെ ബാക്കി പ്രാക്ടിക്കലാണ് ചെയ്യാനുള്ളത്. സെഗ്മെന്റ് ഇൻഡന്റിങ് വിഷ്വലൈസേഷൻ. അതിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് കഴിഞ്ഞ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് മുൻ സെഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. പ്ലസ് നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. പറ്റാവുന്ന ആളുകൾ വീഡിയോയിൽ വരുന്നത് നല്ലതാണ്. നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കാലോ. ഓക്കെ. Good evening, Mamanji. ഓക്കെ. Good evening, Mamanji. ഗുഡ് ഈവനിങ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ഞാൻ എൻ്റെ ആ ഫ്രീ ഗ്രൂപ്പിൽ നമ്മളുടെ ഗൈഡഡ് ഫൊർഗിവ്നെസ് ചെയ്തിരുന്നു. അപ്പം അതില് നിറയെ പേർക്ക് അത് ഭയങ്കര ഇതായിട്ട് തോന്നി. പക്ഷെ അതിനിയും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യാൻ വളരെ ഈസിയാണ്, അവനെ ഫൊർഗീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെന്താ ചെയ്യാം? യാ, റൈറ്റ്. അതാണ് ഇപ്പൊ അവർ ചോദിച്ചത്. നമുക്ക് അതിന് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെൽഫ് ഹിപ്നോസിസിന്റെ സെഷൻ നമുക്ക് വരാനുണ്ട്. ആ അത് കുറേയും കൂടി ഹെൽപ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കതിൻ്റെ വീഡിയോ കേട്ടുകൊണ്ട് സ്വയം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഫോർഗിവ് ചെയ്യാൻ സഹായകമായിരിക്കും അതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അവർ പറഞ്ഞത് ശരിയാണ്. നമുക്ക് മറ്റാർക്ക് വേണമെങ്കിലും കഷ്ടപ്പെട്ട് പുറത്തു കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട് പുറത്തു കൊടുക്കണം എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമല്ല. എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് തന്നെയാണത്. അതൊരു ശരിയായിട്ടുള്ള ഫീഡ്ബാക്കാണ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ. അപ്പൊ എന്നോട് ചോദിച്ചു അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ, ആ. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ഇതിന് ചെയ്താലും പറ്റുമോന്ന്. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ചെയ്ത് നോക്ക്. ആ. ഞാൻ എന്തായാലും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ടാഴ്ച റിപ്പീറ്റ് ചെയ്യാം. മേ ബി യു മൈറ്റ് ഫീൽ ബെറ്റർ. ഉം. പക്ഷെ അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാൻ ഏതായാലും എൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഓക്കെ. എന്താ മറുപടി കിട്ടണേന്ന് ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആക്ച്വലി പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ സുജേൽ ബായി വൈഫ് അവരുടെ മകളെ ഒക്കെ ഇരുത്തിയിരുന്നു ആ ക്ലാസ്സിൽ. ഉം. ഉം. ആഹാ. ഓ, ഓ, ഗ്രേറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ മകളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവായിരിക്കും. ഒരു ഉം. ചെറിയ ഉം. കുട്ടിയാ, അത് പെൺകുട്ടി. അപ്പൊ ചെറിയ കുട്ടി, ആ എനിക്കറിയാം, അറിയാം, അറിയാം. ആ ആ. അപ്പൊ അവളുണ്ടായി. അവൾ അത് കഴിഞ്ഞ് റിലാക്സേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നല്ല റിലാക്സേഷൻ കിട്ടിട്ടോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു നല്ല ഡീപ്പ് ആയിട്ടുള്ള റിലാക്സേഷൻ കൊടുത്തിരുന്നു. ഓക്കെ. അതിൽ നമ്മളുടെ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ മനസ്സുകൊണ്ട് തടവുന്നതായ അങ്ങനെ നമ്മൾ ആ ഒരു ഹീലിംഗിന്റെ അതും കൂടി അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അതുകൊണ്ട് കുറെ നല്ല റിലാക്സ്ഡ് ആയി ഫീൽ ചെയ്തു. പക്ഷെ ഇതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. യാ, അതൊരു ന്യായമായ ചോദ്യമാണ്. നമുക്ക് അഡ്രസ്സ് ചെയ്യാം അത്. ഓക്കെ. പിന്നെ ഫോർഗിവ്നെസ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ് കുറയും. ഈവൻ ഫോർഗിവ്നെസ് ആണെങ്കിൽ പോലും ഇപ്പൊ മാമോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു പരിധിവരെ കുറയുകയും നമ്മൾ മെല്ലെ ഒരു ഫോർഗിവ്നെസിന്റെ പാറ്റേണിലേക്ക് പോവുകയൊക്കെ ചെയ്യും. സെൽഫ് ആണെങ്കിൽ പോലും. സെൽഫ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ നമ്മൾ സംഗതി ചെയ്യുകയാണെങ്കിൽ സെൽഫ് ആണെങ്കിൽ പോലും നമ്മൾ ആണല്ലേ? ഒരേ സംഗതി കൊടുക്കുന്ന സമയത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ റിലാക്സേഷനിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊന്നും ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ നമ്മൾ ഇതേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെല്ലെ മെല്ലെ നമുക്ക് മറികടക്കാൻ പറ്റും. താങ്ക് യു മാമജി. ഓക്കെ, ഫൈൻ. മറ്റാരെങ്കിലും എന്തെങ്കിലും? ഓക്കെ. കാരണം ഇതില് കുറെ പുലികളുള്ള ഗ്രൂപ്പാണ്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൂടി
അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഗ്രൂപ്പിന് കിട്ടുന്ന കുറേയും കൂടി നമ്മുടെ സന്തോഷം തോന്നുന്ന കാര്യം, കുറേയും കൂടി നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ആക്റ്റീവാണ്. നമ്മുടെ അസീസ് സാബ് കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. ബാക്കിയുള്ളവരും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ കുറച്ച് സംഗതികളൊക്കെ വരികയാണെങ്കിൽ, ചെയ്തിടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു ഏരിയ ഒക്കെ ആയിരിക്കും. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ മോഡലായിരിക്കും. കാരണം ഇതിൽ ഒരുപാട് ആളുകൾ പല മേഖലയിൽ, എനിക്കറിയാവുന്നവരാണ് മിക്കവരും. പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത, ഒരു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുതൽ പിന്നെ നല്ല കൗൺസിലേഴ്സ്, തെറപ്പിസ്റ്റുകള്, പിന്നെ അതേപോലെ തന്നെ നല്ല സ്പീക്കേഴ്സ് എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. ഇപ്പൊ എല്ലാവരുടെയും കൂടി അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് ഒരുപാട് 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 വിവരങ്ങളും അതേപോലെ തന്നെ എക്സ്പീരിയൻസുകളും കിട്ടും എന്നുള്ളതാണ്. അത് പരമാവധി ആളുകൾ ചെയ്യാം. കൊടുത്താൽ നമുക്ക് വളരെ വളരെ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. മീനാക്ഷി മാം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ തവണയും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രൂപ്പിന് കൊടുക്കുമ്പം കിട്ടുന്ന ഒരു എന്താണ് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളത് ചെയ്യാൻ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതൊക്കെയും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് കൊടുക്കുക, നമ്മുടെ ഗ്രൂപ്പിലും കൊടുക്കുക, അറിവുള്ളതൊക്കെ കൊടുക്കുക, കിട്ടാവുന്നതൊക്കെ കൊടുക്കുക. അതിന് ഒരു പിശുക്കും കാണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പങ്കുവെക്കാനോ ഉണ്ടോ? സർ, ഓക്കെ. അവനവന് ഫോർഗീവ് ചെയ്യാന്ന് വെച്ചാ മനസ്സിലായില്ല. എന്താ ആ, ഓക്കെ. എന്താണ് ചോദ്യം, ഒന്നുകൂടി പറയാമോ? മീനാക്ഷി മാം പറഞ്ഞില്ലേ, ആ, സ്വന്തത്തോട് ഫോർഗീവ് ചെയ്യാന്ന്. ഓക്കെ. അത് മീനാക്ഷി മേം അതൊന്ന് പറഞ്ഞൂടെ? നമ്മൾക്ക് നമ്മളോട് തന്നെ പല കാര്യങ്ങൾക്കും ഗിൽറ്റ് തോന്നാം. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, അത് ശരിയാണോ? അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തത് ശരിയായില്ല എന്ന് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടത്, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തില്ലേ എന്ന്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടാക്കും. ചിലപ്പോൾ അതൊരു വാക്കായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ചെയ്ത ഒരു കാര്യം കൊണ്ട് മറ്റൊരാൾ ഹേർട്ടായത് നമ്മൾ അറിയുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്കത് മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും. അപ്പൊ ആ കുറ്റബോധം എന്ന് പറയുന്നത് തന്നെയാണല്ലോ നമ്മൾ ഫൊർഗീവ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഫൊർഗീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാവാം, അതിനൊക്കെയും നമ്മൾ ഫൊർഗീവ് ചെയ്യണം, ആരോടായാലും. അപ്പൊ അതെല്ലാം ഫൊർഗീവ്, ആ സ്വന്തം നമുക്ക് നമ്മളെ ഫൊർഗീവ് ചെയ്യേണ്ട അവസ്ഥകൾക്കാണ് നമ്മൾ നമ്മളെ തന്നെ ഫൊർഗീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ മുഹമ്മദ്? യെസ്, യെസ്. അല്ല അത് നമ്മളുടെ സെൽഫ് ഹീലിംഗ് നടക്കണമെങ്കിൽ ആ നമ്മള് നമ്മളോട് നമുക്ക് പറ്റിപ്പോയ തെറ്റുകള്, അതേപോലെ ചിലപ്പോൾ നമ്മൾ കരുതുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒത്തിരി പെൺകുട്ടികള് കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയാണ്, ആരെങ്കിലും ഇങ്ങോട്ട് അബ്യൂസ് ചെയ്തതായിരിക്കും. നമ്മളതൊരു കുറ്റബോധമായിട്ട് കൊണ്ടുനടക്കുകയും നമ്മളുടെ ബോഡിയിൽ അതിൻ്റെ റിയാക്ഷൻസ് വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഇന്നർ ഹീലിംഗിന്റെ ഭാഗമായി ഫോർഗിവ്നെസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ ഫോർഗിവ് ചെയ്യുക മീൻസ് നമ്മൾ അതിനെ ആസ് സച്ച് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കത് അത് സംഭവിച്ചു. ബുദ്ധിമുട്ടാണോ സർ എങ്ങനെ? ശരിക്കും? എങ്ങനെ? പലരിലും അത് ബുദ്ധിമുട്ടാവണോ? എങ്ങനെ? അപ്പൊ അത് ബുദ്ധിമുട്ടാവാറുണ്ടോ പലപ്പോഴും? ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസമാവാറുണ്ട്. ഒത്തിരി ആ ആളുകൾക്ക് ഭയങ്കര പ്രയാസമാവാറുണ്ട്. നമ്മള് അതായത് നമ്മളിൽ ഹീല് ചെയ്യാതെ കിടക്കുന്ന എന്തും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ആ അല്ല, ഫോർഗീവ് ചെയ്യാൻ ഈസി അല്ലാത്തൊരു കാര്യമാണ് പലരിലും. ആ, യെസ്, അതെ. എക്സാക്ട്ലി. ഫോർഗിവ് ചെയ്യൽ എളുപ്പമല്ല. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കൽ തന്നെ ചിലവർക്ക് പ്രയാസമാണ്. ആ അതേ സമയത്ത് നമുക്ക് ഫോർഗിവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ സെൽഫ് ലവ് ഉണ്ടാവുക, സെൽഫ് ഉം. ആക്സെപ്റ്റൻസ് ഉണ്ടാവുക.
നമ്മുടെ പോരായ്മകള്, കുറവുകള്, നമുക്ക് പറ്റിപ്പോയ കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മളെ വഴി സംഭവിച്ചു എന്ന് കരുതുന്ന കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ ഫോർഗിവ് ചെയ്തെങ്കിലേ നമുക്ക് നമ്മുടെ ബോഡി ഹീലാവുകയുള്ളൂ, നമ്മുടെ മൈൻഡ് ഹീലാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഹീലിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ വിചാരിച്ചു പുറമെ ആളുകൾക്ക് ഫൊർഗീവ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അല്ല 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 അല്ല, പുറം ആളുകൾക്ക് പിന്നെയും നമ്മൾ ഫോർഗിവ് ചെയ്തു കൊടുക്കും. കാരണം എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് ഫോർഗിവ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും പ്രയാസം. ഒത്തിരി കേസ് അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ പറയാനുണ്ട്. ആളുകൾക്ക് ഫോർഗിവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഫോർഗിവ് ചെയ്ത് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട്, അതായത് എനിക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളുകൾ വരെ ഉണ്ട്. ഗ്രൂപ്പിൽ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ അവരെ ഒരിക്കലും ഫൊർഗീവ് ചെയ്യില്ല എന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ ഇന്നിപ്പോ ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഫൊർഗീവ് ചെയ്തേക്കാം. യെസ്, അങ്ങനെ ചിലപ്പോ അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക്. ഓക്കെ, ഹലോ സർ. യെസ്. സാറിന്റെ കപ്പിൾ തെറാപ്പി ക്ലാസ് കഴിഞ്ഞപ്പോ അതിന് ശേഷം ഞാൻ 2 കപ്പിൾ കൗൺസിലിംഗ് എടുത്തിട്ടുണ്ട്. നല്ല കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. 2ഉം സക്സസ് ആയിരുന്നു. ഞാൻ MSc CFT കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഗ്നോന്റെ. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. സാറിന്റെ ആ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു 4 സെഷൻ ആകുമ്പോഴത്തേക്ക് തന്നെ രണ്ട് കപ്പിൾസ് നല്ല ഹാപ്പി ആയിരുന്നു. ഓക്കെ, സന്തോഷം. കാരണം നമ്മളൊരു കപ്പിൾ കൗൺസിലിങ്ങിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരാളല്ലല്ലോ, 2 ആള് ഹാപ്പി ആവുമല്ലോ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് 2 ഫാമിലിയും ഹാപ്പി ആവും. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്കൊരു ഇൻഡിവിജ്വലിന് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കുടുംബം, ഇതങ്ങനെയല്ല, 2 വ്യക്തികള്, 2 കുടുംബം, ഒരുപക്ഷെ കുറച്ച് മക്കള്, ഇങ്ങനെ പലതരത്തില് പ്രയോജനപ്പെടുന്നതാണ് ഒരു കപ്പിൾ കൗൺസിലിങ്ങിന്റെ റിസൾട്ട് എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടിട്ടും എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നമ്മള് സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഗ്രേറ്റ്, സന്തോഷം. ഭയങ്കര സന്തോഷമായി സാറിന്റെ ക്ലാസ്. ഓക്കെ, ഹെൽപ്ഫുള്ളായി. എനിക്കത് ഏറ്റവും, അതായത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം 2 കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആരാ സംസാരിച്ചേ? ഒരു ഐഫോൺ ആണ് സംസാരിച്ചത്. പേരൊന്ന് പറയോ? എനിക്കതൊരു ഐഫോൺ ഇല്ല. ഐഫോണുകാരി ഒന്ന് പേര് പറയാവോ? ഞാൻ ബീബി. ഓക്കെ 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 ഓക്കെ. സാറിന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. തെറാപ്പിയിലെ ഓർമ്മ, പേര് പറഞ്ഞാൽ ഓർമ്മയായി. സൗണ്ടും പരിചയമുണ്ട്. പക്ഷെ പിന്നെ ഈ ഒരുപാട് സൗണ്ടുകൾ കേൾക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. എന്തായാലും സന്തോഷം. ഓക്കെ, നമ്മൾ അനന്തർ പ്രാക്ടിക്കൽ സെഷനിലേക്കാണ് പോണത്. കഴിഞ്ഞ സെഷന്റെ ഒരു അവസാനം നമ്മൾ പറഞ്ഞു വെച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിന്റെ പ്രാക്ടിക്കലിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ തിയറിയിലേക്ക് പോണത്. ഒരു പേര് കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എസ്തർ ഹിക്സ്, അല്ലെങ്കിൽ എസ്തർ ഹൈക്സ് എന്നും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. പേരായതുകൊണ്ട് നമുക്ക് എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടുകാരി അല്ലാത്തതുകൊണ്ട്, അവൾ കേൾക്കാത്തതുകൊണ്ട് നമ്മളെ ചീത്ത പറയില്ല. അതുകൊണ്ട് പിന്നെ ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇതിന്റെ തെറാപ്യൂട്ടിക് പാർട്ട് മാത്രമാണ് സെഗ്മെന്റ് ഇന്റന്റിങ് എന്ന് പറയുന്നത്. നമുക്കത് മാത്രം ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സംഗതിയാണ് സെഗ്മെന്റ് ഇന്റന്റിങ് എന്ന് പറയുന്നത്. അതിന്റെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സെഗ്മെന്റ് ഇന്റന്റിങ്ങിന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ കിട്ടും. സെഗ്മെന്റ് ഇന്റന്റിങ് വളരെ രസകരമായിട്ട് ചെയ്യാവുന്ന, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെയും തന്നെ ട്രെയിനേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇപ്പൊ സെഗ്മെന്റ് ഇന്റന്റിങ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ തിയറട്ടിക്കൽ പാർട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ഇതിലുള്ള ആളുകളൊക്കെയും തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ പിന്നെ ഇതുകൂടി ഞാൻ തരികയാണ്, എസ്തറിക്സിന്റെ ഒരു റെഫറൻസ് കൂടി തരികയാണ്. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രാക്ടിക്കൽ പാർട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടണം എന്ന് തോന്നുന്ന, നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നേടണം എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യുക. ബ്രിങ് ടു മൈൻഡ് വൺ ഇന്റൻഷൻ യു വാണ്ട് ടു ഫോക്കസ് ഓൺ ടുഡേ. ഇന്ന് ഫോക്കസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് നാളെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സംതിങ് മീനിങ്ഫുൾ ആൻഡ് സംതിങ് യൂസ്ഫുൾ ഫോർ യു ഓർ ഫോർ സമ്മൺ എൽസ്. അങ്ങനെ ചെയ്യണം തോന്നുന്ന ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി നമ്മൾ കണ്ണടച്ച് ചെയ്യും. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഫോർഗിവ്നെസ്സിൻ്റെ പിന്നെ നല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് മലയാളീകരിച്ചിടുന്നത് നല്ലതായിരിക്കും. കാരണം സമയം കിട്ടാത്തത് കൊണ്ടാണ്. ആ ഫോർഗിവ്നെസ്സിൻ്റെതൊന്ന് മലയാളീകരിക്കാൻ ആരെങ്കിലും ഇതാവുകയാണെങ്കിൽ, നമുക്ക് ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെറിയ തിരുത്തലുകൾ വരുത്താനുണ്ടാവും. അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ പറ്റാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ സെഗ്മെന്റ് ഇന്റന്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ സെഷന്റെ ഫോർഗിവ്നെസ്സിൻ്റെയും ഇതൊന്ന് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിടുകയാണെങ്കിൽ നന്നായിരിക്കും. ഫൈൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം പിന്നെ നിങ്ങൾ എഴുതി വെച്ചത് മതി. ഇനി നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. നമുക്കൊരു പിന്നെ ഏകദേശം ഒരു 6 സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഒരു സംഗതിയാണ് സെഗ്മെന്റ് ഇന്റന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെല്ലെ ചെയ്ത് തുടങ്ങാം. എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഈ എഴുതിയ കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ടേക്ക് എ സ്ലോ ഈസി ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മെല്ലെ റിലാക്സ് ചെയ്യുക. ഇതിലുള്ള എല്ലാവർക്കും സ്വയം റിലാക്സ് ചെയ്യാൻ അറിയാലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടേക്ക് എ ഡീപ് ബ്രത്ത്, ഹോൾഡ് ഇറ്റ് ഫോർ സം ടൈം ആൻഡ് എക്സേൽ സ്ലോലി. ലെറ്റ് യുവർ ബോഡി സെറ്റിൽ ഇൻ ടു എ കംഫർട്ടബിൾ പൊസിഷൻ. നിങ്ങൾക്ക് ഏറ്റവും കണ്ണടച്ചുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഷോൾഡറുകളൊക്കെയും തന്നെ സോഫൻ ചെയ്യുക. അയച്ചിടുക കയ്യിൻ്റെ ഷോൾഡറുകൾ. നിങ്ങളുടെ ചുറ്റുവട്ടം പരിപൂർണമായിട്ടും ശാന്തമാണെന്ന് ഉറപ്പുവരുത്തുക. ശബ്ദം കൊണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടോ കുറച്ച് സമയത്തേക്ക്, ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. Again, take a deep breath, hold it for some time and exhale slowly. സാവകാശം നിങ്ങൾ എഴുതി വെച്ച ആ സംഗതി മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ വ്യക്തമായി ക്ലിയറായി കൊണ്ടുവരിക. മനസ്സിൽ ആ എഴുതി വെച്ച കാര്യം ഒന്ന് പറയുക. ഐ ഇൻറ്റൻഡ് ടു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സംഗതി മനസ്സിൽ
ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ഓരോ തവണ ബ്രത്ത് എടുക്കുമ്പോഴും മനസ്സും ശരീരവും ശാന്തമായി വരുന്നത്, റിലാക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടും. ടേക്ക് എ ഡീപ് ബ്രത്ത് അഗെയിൻ, ഹോൾഡ് ഇറ്റ് ഫോർ സം ടൈം ആൻഡ് ജെന്റ്ലി എക്സെയിൽ. നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. നമ്മളുടെ ഇന്റേണൽ സ്റ്റേറ്റ് സെറ്റ് ചെയ്യുക. വളരെ മനോഹരമായ റിലാക്സേഷനിൽ ഇരുന്നു കൊണ്ട് ജസ്റ്റ് ഇമേജിൻ ചെയ്യുക, ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഇമേജിൻ ചെയ്യുക. നിങ്ങൾ നാളെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ അതിനേറ്റവും മനോഹരമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ നടക്കും പോലെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ വളരെ ഫീലിംഗ് ഇപ്പോൾ വളരെ സ്റ്റഡിയാണ്, വളരെ കംഫർട്ടബിളായ ഫീലിംഗ് ആണ്. നിങ്ങൾ കാമാണ്, വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണ്. ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ശാന്തമായ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സുഖകരമായി കാണാൻ പറ്റുന്നുണ്ട്. കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളത് മനോഹരമായി ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, മനസ്സുകൊണ്ട് കണ്ടു നോക്കുക. അത് കണ്ടുകൊണ്ട് അതിമനോഹരമായി ബ്രത്ത് എടുത്തുകൊണ്ടേയിരിക്കുക. ഡീപ് ബ്രത്ത്, ഹോൾഡ് ഇറ്റ് ഫോർ സം ടൈം ആൻഡ് എക്സെയിൽ ജെന്റ്ലി. നിങ്ങളുടെ ബ്രീത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ സെൻസ് ചെയ്യുക. എത്രത്തോളം ഡീപ്പായിട്ട് മനോഹരമായിട്ട് നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നു എന്നുള്ളത് സെൻസ് ചെയ്യുക. നിങ്ങൾ ബ്രീത്ത് എടുക്കുന്ന സമയത്തുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുക. ബ്രീത്തിൻ്റെ മൂവ്മെന്റ് ചെസ്റ്റിലോ സ്റ്റൊമക്കിലോ നിങ്ങൾ മൂവ് ചെയ്യുക. ചെസ്റ്റിൽ ഫീൽ ചെയ്യുന്നവർക്ക് അവിടെ ഫീൽ ചെയ്യാം, നിങ്ങളുടെ സ്റ്റൊമക്കിൽ ഫീൽ ചെയ്യുന്നവർക്ക് അവിടെ ഫീൽ ചെയ്യാം. ബോഡി വളരെ വളരെ ശാന്തമായി വരുന്നത്, മനസ്സ് വളരെ വളരെ ശാന്തമായി വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാണ്. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ സെറ്റിലാവുകയാണ്. Again, take a deep breath. Hold it for some time. Exhale slowly. പൂർണ്ണമായും നിങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. നേരത്തെ എഴുതി വെച്ച സംഗതികൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുമായി ബന്ധപ്പെട്ട ആദ്യം നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം മനസ്സുകൊണ്ട് ഇപ്പം ചെയ്യുക. നിങ്ങൾ എന്താണോ എഴുതി വെച്ചത് അതുമായി ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങളൊരു ബുക്ക് വായിക്കാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ ബുക്ക് എടുക്കുന്നത് ഇപ്പം ചെയ്യുന്നത് പോലെ കാണുക. നിങ്ങൾ എന്താണോ എഴുതി വെച്ചത് അത് ചെയ്യുന്നത് പോലെ കാണുക. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നതെന്ന് കാണുക. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കാണുക. നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് കാണുക. നിങ്ങൾ നടന്നു പോയി ചെയ്യേണ്ടതാണെങ്കിൽ അത് നടന്നു പോകുന്നത് കാണുക. നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരം ഇപ്പൊ കേൾക്കുക. അതല്ല നിങ്ങൾ മറ്റൊരാളോട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ആ റെസ്പോൺസ് ഇപ്പൊ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുക. വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ലക്ഷ്യബോധത്തോടു കൂടി ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഇപ്പൊ ചെയ്ത് തീർക്കുക.
എന്താണോ നിങ്ങൾ എഴുതി വെച്ച കാര്യം അതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോൾ ചെയ്യുക. ആസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് നൗ. നിങ്ങളത് ചെയ്യുന്ന വ്യക്തിയായി മെല്ലെ മാറുക. നേരത്തെ നമ്മൾ കണ്ടു, ഇപ്പോൾ അത് ചെയ്യാണ്. യു ആർ ആക്ടിങ് നൗ. ആ ഇന്റൻഷൻ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സാവകാശം നിങ്ങൾ ഏത് എൻവയൺമെന്റിലാണ് ഈ കാര്യം ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് കാണുക. ഏത് സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഇത് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലാവാം, ജോലി സ്ഥലത്താവാം, ഒരു സോഷ്യൽ സെറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതാവാം. എന്താണോ നിങ്ങൾ എഴുതി വെച്ചത് ആ എൻവയൺമെന്റ് പൂർണ്ണാർത്ഥത്തിൽ ഇപ്പം കാണുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുക. നിങ്ങളുടെ വീടാണെങ്കിൽ വീട്ടിൽ നിങ്ങൾ അത് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണുക. അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് കാണണം, നിറങ്ങളുണ്ടെങ്കിൽ നിറങ്ങൾ കാണണം, അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കുന്നു കാണണം, ആ സ്ഥലത്തെ എനർജി എത്രത്തോളം പോസിറ്റീവാണെന്ന് കാണണം. പൂർണ്ണമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ് ആയിരിക്കണം അത്. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന്, ചെയ്യാൻ പോകുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായതായിരിക്കണം അത്. കംപ്ലീറ്റ് എൻവയൺമെന്റ് വർണ്ണശബളമായി കാണുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടെങ്കിൽ കേൾക്കുക. ഫീൽ ദ എൻവയൺമെന്റ്, വിഷ്വലൈസ് ദ എൻവയൺമെന്റ്, കംപ്ലീറ്റ് എൻവയൺമെന്റ് കാണുക. ആ എൻവയൺമെന്റിൽ നിങ്ങൾ എന്താണോ വേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുക. എൻവയൺമെന്റ് നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്, എൻവയൺമെന്റ് വളരെ വളരെ വയബിളാണ്. സോ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചത് മെല്ലെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിൽ നിന്ന് എന്താണോ നമ്മൾ നേടേണ്ടത് ആ നേട്ടത്തിലേക്ക് മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. Again, take a deep breath. Hold it for some time. Exhale gently. എവിടെയാണ് ഈ സ്വപ്നം, ഇപ്പം എഴുതിയ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സുകൊണ്ട് ഇപ്പോൾ കാണുകയും അത് മെല്ലെ നേടാൻ തുടങ്ങുകയും ചെയ്യുക. എന്താണോ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി കാണുക. പിക്ചർ ദ റിസൾട്ട് അൺഫോൾഡിങ് സ്മൂത്ത്ലി. മെല്ലെ മെല്ലെ നിങ്ങൾ ആ റിസൾട്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സക്സസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട മാറ്റത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്. എന്താണോ ഈ ഒരു ചെറിയ ഉദ്ദേശം വഴി നിങ്ങൾക്ക് നേടേണ്ടത് അതിലേക്ക് നിങ്ങൾ മെല്ലെ 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 ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ഔട്ട്കം, റിസൾട്ട് നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. You are doing it beautifully. വളരെ മനോഹരമായിട്ട്
അത് അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇന്റേണൽ സ്റ്റേറ്റ് വളരെ മനോഹരമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ എൻവയൺമെന്റ് നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം, അതിനനുയോജ്യമായ രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എൻവയൺമെന്റ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, ഇത് നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണാനും അനുഭവിക്കാനും അറിയാനും പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇന്റേണൽ സ്റ്റേറ്റ് വളരെ വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഇന്റൻഷന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. എൻവയൺമെന്റ് പൂർണ്ണമായിട്ടും പോസിറ്റീവാണ്. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് മനോഹരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സാവകാശം ഈ ഇന്റൻഷൻ നിങ്ങൾ നേടിക്കഴിയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ ഇന്റൻഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് മാറുന്നു. സാവകാശം നിങ്ങളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുക. രണ്ട് കൈവെള്ളകളും ചേർത്ത് പിടിച്ച് വിരലുകൾ കോർത്ത് പിടിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ആങ്കർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഇന്റൻഷൻ ശക്തമായി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അത് നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായി ചെയ്തുകൊണ്ട് സപ്പോർട്ടീവായ എൻവയൺമെന്റ് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ രണ്ട് കൈകളും മനോഹരമായി ചേർത്ത് പിടിക്കുക. എപ്പോൾ വേണമെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുക. ഈ കാര്യം നിങ്ങൾ റിയലായി ചെയ്യുന്ന സമയത്ത് കൈകൾ ഒന്ന് കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് സപ്പോർട്ടീവായ എൻവയൺമെന്റ്, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട് എല്ലാം മനസ്സിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ഇന്റൻഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ചേർത്ത് പിടിച്ചതുപോലെ നിങ്ങളുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ഇന്റൻഷൻ മനസ്സിൽ ശക്തമായി തെളിഞ്ഞു വരികയും നിങ്ങൾക്കത് ചെയ്യാനുള്ള ഊർജം ലഭിക്കുകയും നിങ്ങൾക്ക് എൻവയൺമെന്റുകൾ അനുകൂലമായി മാറുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. കൈകൾ സാവകാശം വേർപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഒരു സ്ലോ ബ്രത്ത് എടുക്കുക. ശരീരം മുഴുവൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം അനുഭവിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, വേണ്ട റിസൾട്ടുകൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഏത് എൻവയൺമെന്റിൽ അത് ചെയ്യുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. വളരെ ക്ലിയറായി, വ്യക്തമായി, ബോധപൂർവം നമ്മളത് ചെയ്തു കഴിഞ്ഞു. Now with happiness, take a deep, full breath. Hold it for some time and allow it to flow throughout your body and exhale slowly. നമ്മൾ ഈ സ്റ്റേറ്റ് നമ്മളോടൊപ്പം എടുത്തുകൊണ്ട്
വേണ്ടപ്പോഴൊക്കെ നമുക്ക് വേണ്ടത് തീരുമാനിക്കാനും ചെയ്യാനും സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരിക്കൽ കൂടി സാവകാശം ഒരു ബ്രത്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് മെല്ലെ പുറത്തേക്ക് വിട്ട്. When you are completely ready and happy and confident, gently and slowly you can open your eyes. Take your own time. With full confidence, with full trust in you, you can open your eyes, rub your hands gently and slowly rub your eyes and face. നമ്മൾ ചെയ്തതിൽ 4 സെഗ്മെന്റുകളാണുള്ളത്. സെഗ്മെന്റ് ഇന്റൻഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് 4 സെഗ്മെന്റുകളാണ്. 1 നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥ. 2 നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ബിഹേവിയർ. 3 നമ്മൾ എൻവയൺമെന്റ്, എവിടെ ചെയ്യും എന്നുള്ളത്. 4 അതിന്റെ റിസൾട്ട്. ഈ 4 സെഗ്മെന്റുകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് സെഗ്മെന്റ് ഇന്റന്റിങ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. 1ാമത്തെ സെഗ്മെന്റ് നമ്മുടെ ഇന്റൻഷനാണ്, എന്താണ് വേണ്ടത്. ഇത് എക്സാമിൻ കാലമായതുകൊണ്ട് എക്സാം എഴുതുന്ന ആളുകൾക്കൊക്കെയും നമുക്ക് സെഗ്മെന്റ് ഇന്റന്റിങ് ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കായിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതും നമ്മുടെ കൂട്ടത്തിൽ എക്സാം എഴുതുന്നവർക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. 4 ബ്യൂട്ടിഫുൾ സെഗ്മെന്റുകൾ. നമ്പർ 1 ഇന്റൻഷൻ. എക്സാമിലാണെങ്കിൽ ഏത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. നമ്പർ 2 നമ്മളുടെ ബിഹേവിയർ. നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് എഴുതി വെക്കണം. നമ്പർ 3 അതിൻ്റെ എൻവയൺമെന്റ്, എവിടെയാണ് നമ്മളത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്, എവിടെ ഇരുന്നിട്ടാണ് പഠിക്കാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. നമ്പർ 4 അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ബ്രെയിനിന് അറിയില്ല ഇത് ഇപ്പോൾ കിട്ടുന്നതാണോ പിന്നെ കിട്ടുന്നതാണോ. അതുകൊണ്ടാണ് പ്രസന്റ് ടെൻസിൽ നമ്മൾ സെന്റൻസുകൾ പറയുന്നത് ഇപ്പോൾ കിട്ടുന്നതായിട്ട്. ഇത് ഒരു ക്രിയേറ്റീവ് സെഗ്മെന്റ് ഇന്റന്റിങ് വിഷ്വലൈസേഷനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. പരീക്ഷാക്കാലായതുകൊണ്ട് ഇഷ്ടം പോലെ അവസരം കിട്ടും നമുക്ക് പ്രയോഗിക്കാൻ. അതുപോലെ ഏത് അച്ചീവ്മെന്റിന്റെ കാര്യത്തിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചെറിയ പ്രോസസ്സാണ്. 4 സെഗ്മെന്റുകളാണ്. മൊത്തം 6 കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം റിലാക്സ് ചെയ്യുന്നു, നമ്മുടെ ഇന്റൻഷൻ തീരുമാനിച്ചത് മനസ്സുകൊണ്ട് പറയുന്നു, പിന്നെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകുന്നു. ആദ്യത്തെ സെഗ്മെന്റ് നമ്മളെ ഇന്റൻഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് കാണലും പറയലൊക്കെയാണ്. 2ാമത് അതിപ്പോൾ പ്രവർത്തിക്കുന്നത് പോലെ മനസ്സുകൊണ്ട് ചെയ്യലാണ്. 3 അതിൻ്റെ എൻവയൺമെന്റ് കാണലാണ്. 4 അതിൻ്റെ റിസൾട്ട് അനുഭവിക്കലാണ്. 5 അവസാനം നമ്മൾ അതിൻ്റെ ക്ലോസിംഗ് ആണ്. സെഗ്മെന്റ് 4 അതിൻ്റെ ഒരു തുടക്കവും അവസാനവും അടക്കം 6 സ്റ്റെപ്പുകൾ. ഈ ചെയ്ത പ്രോസസ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ പോകും. മോമൻജി, ആ എൻവയൺമെന്റ് എന്താണെന്ന് ഒന്നും കൂടി പറയാവോ പ്ലീസ്? എൻവയൺമെന്റ് മീൻസ് നമ്മൾ എവിടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുകയാണെങ്കിൽ നാളെ ഞാൻ എവിടെ ഇരുന്നു കൊണ്ട് ഏത് അന്തരീക്ഷത്തിലായിരിക്കും അത് ചെയ്യുക. നാളെ ഇപ്പോൾ ഒരു സ്പീച്ച് ആണെങ്കിൽ ഞാനത് എവിടെയായിരിക്കും പെർഫോം ചെയ്യുക. അതെനിക്ക് ഏറ്റവും അനുയോജ്യമായി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, പഠിക്കുന്ന റൂമാണെങ്കിൽ എനിക്ക് വേണ്ട പഠിക്കാൻ വേണ്ട എല്ലാ സംഗതികളും നമ്മളവിടെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ എൻവയൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെ നമ്മൾ ഇത് ചെയ്യുന്നു ആ എൻവയൺമെന്റ് നമുക്ക് ഏറ്റവും അനുയോജ്യമായതായിട്ട് മാറുക എന്നുള്ളതാണ്.
ദാറ്റ് മീൻസ് നമ്മളത് ഇമാജിൻ ചെയ്യുകയും വേണം, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കുകയും വേണം. ഉദാഹരണത്തിന് എൻ്റെ പഠന റൂമിലാണെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെക്കണം. എന്നിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോപാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ആ ന്യൂറോപാത്ത് സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും അത് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ പലതവണ ചെയ്തിട്ട് ഒരു ന്യൂറോപാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഒറ്റ തവണ ചെയ്യുമ്പം തന്നെ ന്യൂറോപാത്തുകൾ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതേ സംഗതി നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ 2 ആഴ്ചയോ 3 ആഴ്ചയോ നമ്മൾ റിപ്പീറ്റ് ചെയ്താലും ഇതേ സംഗതി നമ്മളിൽ ഉണ്ടാവും. പക്ഷെ സെഗ്മെന്റ് ഇൻഡന്റിങ്, ഒരു സെഗ്മെന്റ് എടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ ഇൻഡന്റിങ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിൽ ഒരു ന്യൂറോപാത്ത് ഡെവലപ്പ് ചെയ്യപ്പെടും. പിന്നെ അതിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ പറഞ്ഞോളൂ. ആങ്കറിങ് ചെയ്തതാണോ ഇങ്ങനെ? അതെ, ആങ്കറിങ് ഞാൻ ഇതിന്റെ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരുന്നു. ലോഗോ തെറാപ്പിയിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മൾ NLPയിൽ നിന്ന്, അതേപോലെ തന്നെ സകല മനഃശാസ്ത്ര ശാഖയിലെ പോസിറ്റീവ് ആസ്പെക്ട്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈകൂട്ടി പിടിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ആങ്കറിങ് ആണ്. നമ്മൾ നാളെ ഇത് ചെയ്യുന്ന സമയത്ത് കയ്യൊന്നിങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരികയും നമ്മുടെ ന്യൂറോപാത്ത് ആക്റ്റീവ് ആവുകയും ചെയ്യും. ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മേഖലകളിൽ നിന്ന് അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സുകൾ പിന്നെ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിലേക്ക് നമ്മൾ കടമെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആങ്കറിങ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ ദിവസവും നമുക്ക് ഓരോ പ്രാക്ടിക്കൽ കൂടി ചെയ്യാനുണ്ട്. സോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹാർമോണിയസ് സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് മെരുക്കിയെടുക്കേണ്ടത്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ പിന്നെ ടെമ്പററി മെമ്മറിയിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്, റിപ്പീറ്റ് ചെയ്തും ഇമോഷൻ ചേർത്തുകൊണ്ടും നമുക്കത് ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ ബ്രെയിന് തയ്യാറല്ല. ബ്രെയിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് സർവൈവലാണ്, നമ്മളെ നിലനിർത്തലാണ്, നമ്മളുടെ ആന്തര ബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കലാണ്. അതുകൊണ്ട് പഠിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ബ്രെയിനിന് കൊടുക്കുന്ന അഡീഷണൽ വർക്കാണ്. ഈ അഡീഷണൽ വർക്ക് ബ്രെയിന് ചെയ്യണമെങ്കിൽ ബ്രെയിനിനെ ഭീഷണിപ്പെടുത്താതെ കൊടുക്കണം. ബ്രെയിനിനെ ഭീഷണിപ്പെടുത്താതെ കൊടുക്കണമെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെന്റുകളായിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു സെഗ്മെന്റ് എടുത്ത് ചെയ്തതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒറ്റ കാര്യം നമ്മൾ എടുത്തു, ഒരു സെഗ്മെന്റ് എടുത്തു, ആ സെഗ്മെന്റിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തു. ഇനി കുറച്ച് ദിവസം ആ സെഗ്മെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രട്ടും ഇല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും. അതേ സമയത്ത് ഒരു 8 or 10 മാറ്റം ഞാൻ എന്നിലും വരുത്താൻ കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ബ്രെയിൻ അതിനെ പൂർണ്ണമായിട്ട് തടയും. കാരണം ഇത്രയും എനർജി ഒരുമിച്ച് ഉപയോഗിച്ച് അഡീഷണൽ പണിയെടുക്കാൻ ബ്രെയിന് തയ്യാറാവില്ല. അതുകൊണ്ട് ചെറിയ ഡോസിൽ അറിയാതെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ ചെറിയ അളവിൽ നമ്മൾ കൊടുത്താൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തും കൊടുക്കാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ് മെല്ലെ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ മോഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചുകൂടി ഹയർ ലെവലിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. നമ്മളൊരു ഹയർ ലെവൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗോഡിൻ്റെ പവർ തീർച്ചയായിട്ടും നമുക്ക് കാണാം. നമുക്കൊരു സർവശക്തൻ എന്നുള്ള അർത്ഥത്തിൽ അത് കാണാം.
ഇനി അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിന്റെ കോസ്മിക് എനർജി നമുക്കവിടെ കാണാം. സെയിം ടൈം മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയർ ലെവലിലുള്ള കാര്യങ്ങളാണ് സ്പിരിച്വൽ ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ സാധാരണ റിലീജിയസ് പ്രാക്ടീസുമായിട്ട് ഇതിനൊന്നും ബന്ധമൊന്നുമില്ല. ഉദ്ദേശം ഹ്യൂമൻ ഗ്രോത്ത് ആണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതറ്റം വരെയും ഉയരാൻ പറ്റും. ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ മനുഷ്യന് മാലാഖമാരോളം ഉയരാനും പിശാചിനോളം അധപ്പതിക്കാനും പറ്റുമെന്നുള്ളൊരു വാക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഉയർന്ന തലത്തിലെത്താനും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധപ്പതിക്കാനുമുള്ള അവസരം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഹ്യൂമൻ ഗ്രോത്ത് ആണ് ഞാനിവിടെ സ്പിരിച്വൽ ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും റിലീജിയസ് ആയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇതിന് ഹ്യൂമൻ ഗ്രോത്ത്, മനുഷ്യന് എത്രത്തോളം വളരാൻ പറ്റുമോ അത്രത്തോളം വളരുക എന്നുള്ളത്. അവിടെ നമുക്ക് റിലീജിയസ് കോൺസെപ്റ്റുകൾ എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല, അത് നമുക്ക് ഓരോരുത്തരുടെയും റിലീജിയൻ അനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെയും ദൈവവിശ്വാസം അനുസരിച്ച് ആ ദൈവത്തെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സൽ എനർജിയെ നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്തായാലും ഹ്യൂമൻ ഗ്രോത്ത് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഉയരാൻ പറ്റുമെന്നുള്ള സാധ്യത നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ചില ഹാർമോണിയസ് ആയ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വളരാനും ഉയരാനും പറ്റും എന്നുള്ളതാണ് ഈ മോഡ്യൂളിന്റെ രത്ന ചുരുക്കം. അപ്പോൾ നമ്മൾ ഹൗ വിൽ യു ടെൽ യുവർ ലൈഫ് സ്റ്റോറി ടു യുവർ സെൽഫ്? നിങ്ങൾ നിങ്ങളോട് സംവദിക്കാറുള്ളത് എങ്ങനെയാണ്? യെസ്, വിസ്പേഴ്സ് ആയിട്ടാണോ നിങ്ങൾ സംവദിക്കാറുള്ളത്? നിങ്ങളോട് തന്നെ മന്ത്രിക്കാറാണോ നിങ്ങളുള്ളത്? അതല്ലെങ്കിൽ ചിന്തകളാണോ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? അതല്ലെങ്കിൽ ഇമേജസ്, ചിത്രങ്ങളാണോ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? ഫീലിങ്സ്? ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് നിങ്ങളെ വലയം ചെയ്യാറുള്ളത് ഓട്ടോമാറ്റിക്കലി? ഈസ് ഇറ്റ് വിസ്പേഴ്സ്? നമ്മൾ ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയലാണോ, മന്ത്രിക്കലാണോ? അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ടോക്ക്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ അവരനുഭവിക്കുന്ന സമയത്ത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആളുകളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ അങ്ങനെ പിറുപിറുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടോ നമ്മൾ? എന്തെങ്കിലും സംതിങ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് കൂട്ടുകയാണോ ചെയ്യാറുള്ളത്? നെഗറ്റീവോ പോസിറ്റീവോ എന്ന് ഇവിടെ ഞാൻ പറയുന്നില്ല. എന്താണ് നമ്മളുടെ വേ ഓഫ് ടെല്ലിങ് അവർ ഓൺ ലൈഫ് സ്റ്റോറി? ലൈഫ് സ്റ്റോറി ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ഇൻസിഡന്റ് ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതികൾ ഉണ്ടാവുന്ന സമയത്ത് ഇതിലേതാണ് നിങ്ങളെ വലയം ചെയ്യാറുള്ളത്? വിസ്പേഴ്സ് ആണോ, തോട്ട്സ് ആണോ, ഇമേജസ് ആണോ, ഫീലിങ്സ് ആണോ? എന്താണെന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. വേണമെങ്കിൽ ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക. ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ വലയം ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകളാണോ? ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആളുകൾ വരുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം ഓവർ തോട്ടിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് ചിന്തകൾ വന്ന് നെഗറ്റീവ് ചിന്തകളുടെ ഒഴുക്കിനെ പറ്റിയാണ് പറയാറുള്ളത്. ചില ആളുകൾ പറയാറുള്ളത് ഇത്തരം സാഹചര്യം വരുമ്പോൾ താങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഫീലിങ്സ് വരുന്നു എന്നുള്ളതാണ്. അപൂർവം ചില ആളുകൾ പറയാറുള്ളത് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളോടൊരു കേസ് പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടിയുടെ കേസ്. അവളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ഇന്നും എന്നെ വിളിച്ചിരുന്നു. അവളെ എക്സാം ഒക്കെ എഴുതി 10ാം തീയതി വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വരുന്ന ഇമേജസ് പാസിങ് ഔട്ട് ഇമേജാണ്. അവളുടെ തന്നെ സോള് അവളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്ന ഒരു സംഗതി കണ്ടിട്ട് ആകെ പേടിച്ചു പോകുന്ന ഒരു ഇമേജസ് ആണ് ജീവിതത്തിൽ എന്തെങ്കിലും വരിക. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സോൾ ഇങ്ങനെ വേർപിരിഞ്ഞു പോകുന്ന ഒരു ചിത്രം നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ചിലരെ ഇമേജസ് ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതായിക്കൊണ്ടിരിക്കുന്നത്.
വേറെ ചില ആളുകൾ സ്വയം പിറുപിറുത്തുകൊണ്ടിരിക്കുക ചെയ്യുക, വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് ഒരു ലൈഫ് ഈവന്റ് വരുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത് എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. കാരണം ഇതിന് പലപ്പോഴും നമ്മുടെ ഈ സംഗതികളൊക്കെയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുള്ളതാണ്. സ്ഥിരമായിട്ട് വിസ്പർ ചെയ്യുന്ന കാര്യങ്ങൾ, സ്ഥിരമായിട്ട് കാണുന്ന ഇമേജുകൾ, സ്ഥിരമായിട്ട് കാണുന്ന ഈ വരുന്ന ഇമോഷൻസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ഒരു തടസ്സവും ഇല്ലാതെ പോകുന്നുള്ളത്. അപ്പൊ ഇതിലേതാണ് നമ്മളുടെ സ്ഥിരം സുഹൃത്ത് എന്നുള്ളത് ആലോചിച്ചു. ഏതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. കാരണം നമുക്കത് എന്തുകൊണ്ട് വരുന്നു എന്നും ഇതിൻ്റെ അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഒരു പക്ഷേ നമ്മൾ അടുത്ത സെഷൻ്റെ തുടക്കത്തിലായിരിക്കും ചെയ്യുക. നമുക്കിത് ആവശ്യമുണ്ട്. റൈറ്റ്. സോ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ഹിംസ് എന്ന് പറയുന്നത് നമ്മൾ ഗീതങ്ങളാണ്. എന്താ പറയുക, നമ്മൾ ശരിക്ക് ചില സ്തുതി ഗീതങ്ങൾ, കീർത്തനങ്ങൾ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. നമുക്ക് നമുക്ക് പുതിയ രീതിയിൽ വേണമെങ്കിൽ ഈ വിസ്പറുകളെയും അതുപോലെ തന്നെ നമ്മുടെ ഇമേജസിനെയും നമ്മുടെ തോട്ട്സിനെയും ഒക്കെ നമുക്ക് വേണമെങ്കിലും മാറ്റം വരുത്താം. ബോധപൂർവം നമുക്കറിയാലോ, ആദ്യം നമ്മൾ ബോധപൂർവം ചെയ്താൽ സാവകാശം അതെന്തായിട്ട് മാറും, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ സ്പിരിച്വൽ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ സ്കൂളൊക്കെ തുടങ്ങുമ്പം കണ്ടിട്ടില്ലേ, നമ്മൾ നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയാണ് തുടങ്ങുക. പല ചടങ്ങുകളും നമ്മൾ തുടങ്ങാറുള്ളത് പ്രാർത്ഥനയോടുകൂടി. ഇത് പലതും നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഹിംസാണ് നമ്മൾ ചെയ്യാറുള്ളത്. കീർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാറ്. കാരണം അത്തരം കീർത്തനങ്ങൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടും. അപ്പം ഇതുപോലെയുള്ള കീർത്തനങ്ങൾ ചെല്ലുന്നത്, പ്രാർത്ഥനകൾ ചെല്ലുന്നത്, മതവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചൊല്ലി പറഞ്ഞ് കിടക്കാൻ പോകുന്നത് നമുക്ക് ആശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഇതുപോലുള്ള കീർത്തനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ബോധപൂർവം ശീലമാക്കിയെടുക്കാവുന്നതാണ്. ഒരു 2 ആഴ്ച നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പിന്നെ ശീലമാവും. അതുകൊണ്ട് പുതിയ കാര്യങ്ങളെ നോക്കിക്കാണലും അറിയലും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു വഴി ഇതാണ്. നിങ്ങൾക്ക് സമാധാനം തരുന്ന, അത് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം, നിങ്ങൾക്ക് സമാധാനം തരുന്ന ഏതെങ്കിലും കീർത്തനങ്ങൾ, അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് സ്റ്റോറീസ്, അല്ലേ, കഥകൾ. ഒരുപാട് കഥകൾ നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭപ്രതീക്ഷയുള്ള കഥകൾ പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ കണ്ട ഒരു കേസ് ഉണ്ട്. ആ ഒരു കേസ് ആക്ച്വലി അവര് വന്നത് മകനെ കാണിക്കാനാണ്. മകൻ 10ാം ക്ലാസ്സിലാണ്. അവനെ എവിടെങ്കിലും എത്തിക്കണം. അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവരുടെ ലൈഫിലുണ്ടായ ചില സംഭവങ്ങൾ, അവരുടെ അച്ഛന് ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഇവരിൽ നിന്ന് അകലുകയും, അങ്ങനെ അകന്നിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാതാവുകയും ഇവർക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരികയും അങ്ങനെ സ്വന്തം വീട്ടിൽ നിൽക്കുകയും ചെയ്ത് കാര്യമായിട്ട് ജോലിയൊന്നുമില്ലാതെ കേസൊക്കെ കൊടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെലവിന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരമ്മ. ഈ നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആ സമയത്താണ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അങ്ങനെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കി ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ഈ സമയത്ത് അവരൊരു തീരുമാനമെടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, PSC പരീക്ഷ എഴുതുക. അവര് രാത്രി ഈ കീമോയുടെ വേദനയുടെ ഇടയിൽ, കീമോ കൊടുത്താൽ നമുക്കറിയാം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. രാത്രി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കും 4 മണിക്കൊക്കെ ഇരുന്ന് എവിടെയും പോയിട്ടല്ല, അവർ ഇരുന്ന് പഠിച്ചു. അവിടെ ചെറിയൊരു മോളും ഈ മോനും ഉള്ളത്. അലാരം വെച്ചിട്ട് ഈ മക്കളാണ് 3 മണിക്ക് വിളിക്കുക. അമ്മ പറയും 3 മണിക്ക് അമ്മയെ വിളിക്കണം. അലാരം കേട്ട് അമ്മക്ക് എണ്ണിക്കാൻ പറ്റൂല, ക്ഷീണായിരിക്കും. പക്ഷെ മോളെ ശബ്ദം കേട്ടാൽ, മോന്റെ ശബ്ദം കേട്ടാൽ അമ്മ ഉണരും. അങ്ങനെ പഠിച്ചു.
വളരെ ചുരുക്കി പറഞ്ഞാൽ അവരിപ്പം 3 PSC ലിസ്റ്റിൽ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ, ഇടം പിടിച്ചു. അതിലൊരു PSC ലിസ്റ്റിൽ അഡ്വൈസ് വന്നു. അപ്പം അവരോട് ചോദിച്ചു, ഞാൻ ഈ ബന്ധം സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചില്ലേ, ഞാൻ എവിടെങ്കിലും എത്തിയിട്ടേ അതിനെപ്പറ്റി ആലോചിക്കുന്നു. ഈ കഥ മുഴുവൻ അമ്മ എന്നോട് പറയുമ്പോൾ ഈ സംഗതി ഈ മകനിരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോറി കംപ്ലീറ്റ് ഒരു ആക്ച്വൽ സ്റ്റോറി. മകനതിൻ്റെ പാർട്ടാണ്, അമ്മ ഇതിൻ്റെ പാർട്ടാണ്. അവസാനം ഞാൻ ഈ മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇനി സാറൊന്നും പറയണ്ട, ഞാൻ പഠിച്ചോളാം. എൻ്റെ അമ്മ എങ്ങനെയാണോ ഞാൻ ആവണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ ഞാൻ പഠിച്ചോളും. അതാണ് ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഗതി. എനിക്ക് അവിടെ കൗൺസിലിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എനിക്കവിടെ ഞാൻ അമ്മയെ പുറത്തിരുത്തി ഈ പയ്യനോട് സംസാരിച്ച സമയത്ത് കൂടുതലൊന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അവന് കുറച്ചധികം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവന് കുറച്ചധികം പിന്നെ പഠനത്തിൽ പിന്നെ പിറകോട്ട് പോയിരുന്നു, കാരണം അച്ഛൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും. പക്ഷെ ഈ കഥ കംപ്ലീറ്റ്, ഞാൻ ഈ കഥ പറയുമ്പോൾ മകനെ മാറ്റി നിർത്തിയതേയില്ല, കാരണം അവൻ ഈ കഥയിലെ കഥാപാത്രമാണ്. പക്ഷെ ഈ കഥ കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു തീരുമാനം എടുത്തു, ഞാൻ പഠിച്ചോളാം. അമ്മക്ക് അലാരം വെച്ച് കൊടുത്ത അതേ അലാരം ഞാൻ വെച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പഠിക്കും. എൻ്റെ മുമ്പിൽ 2 മാസമുണ്ട്. അങ്ങനെ കൃത്യമായൊരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് ആ പയ്യൻ അവിടെ നിന്ന് പോയി. ഇതൊരു ഓപ്റ്റിമിസ്റ്റിക് സ്റ്റോറിയല്ല, ഒരു റിയൽ സംഭവമാണ്. പക്ഷെ ഈ സംഭവം ആ പയ്യന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇതുപോലുള്ള ചില റിയൽ സ്റ്റോറികൾ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റോറികൾ വായിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയതായിരുന്നു അമ്മയുടെ കഥ. കാരണം അവർ പറയുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഭാഗത്ത് സ്വന്തം ഹസ്ബൻഡ് വേറൊരു പെണ്ണിനോടൊപ്പം പോവുക, മറുഭാഗത്ത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് കീമോ ചെയ്യുക, 2 പിഞ്ച് കുഞ്ഞുങ്ങളടുത്ത്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ന് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ കോടതിയിൽ പോണം കേസിന്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഇരുന്ന് പഠിച്ച് 3 PSC ലിസ്റ്റിൽ വന്ന് ഒരു PSCയുടെ അഡ്വൈസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല, ഏറ്റവും പിന്നെ എന്താണ് എന്നെ സ്പർശിച്ച കഥകളിലൊന്നാണത്. മനുഷ്യനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യനെ നമ്മൾ തളരൂല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, വീഴൂല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, നമ്മളെ വീഴ്ത്താനാവില്ല എന്നുള്ളതിന് ഞാൻ ആ ഒരു സംഭവം അവർ പറഞ്ഞ അവരുടെ ഫേസ്, ആ മോൻ്റെ ഫേസ്, അവരുടെ ആ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആ സംഗതികൾ, ഇപ്പൊ അവർക്ക് ക്യാൻസറൊക്കെ സുഖമായി, ഇപ്പൊ അവർക്ക് ആ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവരൊക്കെയാണ്. PSC ലിസ്റ്റിൽ അവരുണ്ട്. അപ്പൊ ഇനി ഞാൻ ജോലിയിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണോ? അല്ല, ഒരു സാധാരണ വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി, സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടി. അപ്പൊ നോക്കൂ, നമ്മൾ ഉയർന്ന ആളുകളുടെ മോട്ടിവേഷൻ കഥകളും പലതും നമ്മൾ പറയാറുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യന്മാര് ജീവിതത്തെ പിടിക്കാൻ തീരുമാനിച്ചാൽ, ഞാൻ കീഴടങ്ങൂല എന്ന് തീരുമാനിച്ചാൽ, ഞാൻ തോൽക്കൂല എന്ന് തീരുമാനിച്ചാൽ, ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനില്ല. അപ്പൊ ഇതുപോലുള്ള കഥകൾ, ഞാൻ ഈ പറഞ്ഞത് സ്റ്റോറിയുടെ ഒരു ഇൻഫ്ലുവൻസ് പറയാനാണ്, സംഭവ അനുഭവങ്ങളുടെ കഥകളുടെ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള വിസ്പേഴ്സിന് പകരം, നെഗറ്റീവ് വിസ്പേഴ്സിന് പകരം, നെഗറ്റീവ് തോട്ടിന് പകരം, നെഗറ്റീവ് ഫീലിങ്ങുകൾക്ക് പകരം ബോധപൂർവം ഇതുപോലുള്ള കഥകളും സംഭവങ്ങളും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കീർത്തനങ്ങളെ പോലെ നമുക്ക് കഥകൾ ഉപയോഗിക്കാം. അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന 100 കണക്കിന് കോട്ടുകളുണ്ട്, അല്ലെ? എത്രയോ എത്രയോ കോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും.
ഇത്തരത്തിൽപ്പെട്ട കോട്ടുകൾ വായിക്കുകയോ എഴുതി വെക്കുകയോ സ്ഥിരം നമ്മൾ കേൾക്കുകയോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ മൈൻഡിന് ആര് പറഞ്ഞു എന്ന് ചോദിക്കാതെ, റെലവൻ്റ് ആണോ എന്ന് ചോദിക്കാതെ, ഇത് പിന്നെ എത്രത്തോളം വിശ്വസിക്കണമെന്ന് ആലോചിക്കാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുള്ളതാണ്. ഞാൻ ആ പയ്യനോടൊരു പക്ഷേ ഇരുത്തി, മോനെ ഫോൺ ഉപയോഗിച്ചാലുള്ള ദോഷതാണ്, 10ാം ക്ലാസ് എന്ന് പറയുന്നത് പരീക്ഷ അങ്ങനെയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ 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 ഈസി ആയിട്ട് അമ്മയുടെ ഈ കഥ അവൻ അനുഭവിച്ച കഥ ഒരിക്കലൂടി കേട്ടപ്പോൾ അവൻ്റെ കോൺഷ്യസ് മൈൻഡ് പിന്നെ അവിടെ ഒരു തടസ്സവും നിന്നിട്ടില്ല, വളരെ സുഖമായിട്ട് അത് വഴിമാറിക്കൊടുത്തു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അങ്ങനെ ചില പവറുകളുണ്ട് നമുക്ക് ഈ പറയുന്ന കീർത്തനങ്ങൾക്ക്, അതേപോലെ തന്നെ കഥകൾക്ക്, അതുപോലെ തന്നെ നല്ല കോട്ടുകൾക്ക്, ഓപ്റ്റിമിസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക്, അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് സോങ്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന പാട്ടുകൾക്ക്, ഓപ്റ്റിമിസ്റ്റിക് സീനറീസ്, നമ്മളെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചകൾക്ക്, അല്ലെ? നമുക്ക് അത്തരത്തിൽപ്പെട്ട ചില ആളുകൾക്ക് പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി, വർണ്ണാഭമായ കാഴ്ചകളിലേക്ക് നോക്കിയാൽ മതി. ചില ആളുകൾക്ക് നല്ല പാട്ട് കേട്ടാൽ മതി. എത്രയോ ആളുകളെ എനിക്കറിയാം മനസ്സ് വിഷമിക്കുന്ന സമയത്ത് പാട്ട് കേട്ട് സുഖമായിട്ട് അതിന്ന് തിരിച്ചു വരുന്ന, നല്ല സംഗീതം കേട്ടിട്ട് തിരിച്ചു വരുന്ന ആളുകൾ. ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും നമ്മൾ അവിടുത്തെ സ്പിരിച്വൽ സംഗതികളിൽ മാറ്റം വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്കറിയാലോ, ചില ആളുകൾക്ക് ചില ദൈവ സ്തോത്ര വചനങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ആശ്വാസം, ഹിംസ് ചൊല്ലിക്കഴിഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഇത്തരം സാധ്യതകൾ നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മളുടെ ഒരു ഇതിൽ ഈ മതപരമായ പ്രാർത്ഥനകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അധികം സ്വാഭാവികമായിട്ട് ചെയ്യാറില്ല. ഇനി മതപരമായ പ്രാർത്ഥനകൾ തന്നെ നമ്മളൊരു പതിവായിട്ട് ചൊല്ലിപ്പോകുന്നതിന് പകരം അത് ഇങ്ങനെ ഒരു ഓപ്റ്റിമിസ്റ്റിക് ഇന്റൻഷനോട് കൂടി ചെയ്യാറുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നതും അറിയുന്നതും നമ്മുടെ ഹ്യൂമൻ ഗ്രോത്തിന് ഏറെ സഹായകവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെ ചില വഴികളാണ്. ഏതിന് പകരം ഈ പറഞ്ഞിട്ടുള്ള, നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമേജുകൾ, ഫീലിങ്ങുകൾ, തോട്ടുകൾ, വിസ്പേഴ്സ്, ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കീർത്തനങ്ങൾ, കഥകൾ, കോട്ടുകൾ, സോങ്ങുകൾ, അതേപോലെ തന്നെ കാഴ്ചകൾ. ഇമേജസിന് പകരം ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിന് ആനന്ദം തരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന സംഗതികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതെല്ലാം സെറട്ടോണിനും ഡോപ്പമൈനും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണെന്നുള്ളതാണ്. ഇതെല്ലാം നമ്മളെ എക്സൈറ്റഡ് ആക്കാൻ കഴിവുള്ളതാണെന്നാണ്. ഇതിനെല്ലാം തന്നെ ചോദ്യം ചെയ്യാതെ, ക്രിട്ടിക്കൽ മൈൻഡിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ നമ്മളെ മനസ്സിലേക്ക് കടന്നു പോകാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെയാണത് ശരിക്കും ഇൻ്റഗ്രേറ്റഡ് സ്പിരിച്വൽ, ഹാർമോണിയസ് സ്പിരിച്വൽ ഇൻ്റഗ്രേഷനായിട്ട് മാറുന്നത്. നമ്മൾ പോലും അറിയാം ഇതെല്ലാം ചെയ്യണമെന്നല്ല. ഓരോരുത്തർക്കും ചില ആളുകൾക്ക് പാട്ടായിരിക്കും ഏറ്റവും ഇഷ്ടം, ചില ആളുകൾക്ക് കഥകളായിരിക്കും. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഇഷ്ടം പോലെ കിട്ടുന്ന കാലം. സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ മാത്രമല്ല, ഈ കഥകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് സാപ്പിയൻസ് എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യുവാൻ ഹരാരിയുടെ അതിമനോഹരമായിട്ടുള്ള, എല്ലാവരും വായിക്കണമെന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുള്ള ഒരു പുസ്തകമാണ് ദ സാപ്പിയൻസ്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യന്മാർ ഇന്നെത്തിയ വളർച്ചയിലേക്ക് എത്തുന്നതിന് കാരണമായത് അവർ കഥ പറയാൻ തുടങ്ങിയപ്പോഴാണ്. കഥ പറയാൻ തുടങ്ങുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രെയിനിന്റെ ഇമാജിനേഷൻ ഉപയോഗിക്കും. നിങ്ങൾ ബ്രെയിനിന്റെ ഇമാജിനേഷൻ ഉപയോഗിച്ചോ വളർച്ച ഉറപ്പാണ്. നമ്മൾ ഇമാജിനേഷൻ പോസിറ്റീവായിട്ട് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അറിയാതെ വളരും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടും. മാത്രമല്ല, ഇമാജിനേഷൻ ഒരു സംശയവും ഇല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അതുകൊണ്ട് ദ സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്,
മനുഷ്യന്മാർ ഗുഹകളിൽ നിന്ന് താഴോട്ടിറങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടിയിരിക്കുകയും കഥ പറയുകയും ചെയ്തപ്പോഴാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക്, അല്ലെങ്കിൽ ഇവല്യൂഷണറി തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ഫ്രോണ്ടൽ ലോബ് റീസണിങ് ബ്രെയിന് ഡെവലപ്പ് ചെയ്തതെന്ന് വിത്ത് എവിഡൻസ് ആ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇന്നും കഥ നമുക്ക് ഇഷ്ടമാണ്. കഥ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കഥ പറയാൻ ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ ഇമാജിനേഷൻ വായിച്ച് ആസ്വദിച്ച് ഹരം കൊള്ളാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ബ്രെയിൻ അത് അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വഴികൾ നമുക്ക് ഹാർമോണിയസ് ഇൻ്റഗ്രേഷൻ്റെ ബ്യൂട്ടിഫുൾ മെത്തേഡ്സ് ആണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ വ്യൂ ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ അനുഭവങ്ങളാണ്. അപ്പൊ നമ്മുടെ ലൈഫ് നമുക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ലോകത്തെ കാണുന്നത്. നമ്മുടെ ഇന്റേണൽ മാപ്പ് എന്താണോ അതാണ് നമ്മൾ പുറത്ത് കാണുന്നത് എന്നാണ് നമ്മൾ NLPയിൽ പറയാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കാൾ യുങ് വരണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്താണ് പെർസെപ്ഷൻ ഈസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനഃശാസ്ത്രത്തിന്റെ ഫ്രോയിഡിന്റെ ശിഷ്യനായിട്ടുള്ള കാൾ യുങ് പറഞ്ഞത് പെർസെപ്ഷൻ ഈസ് പ്രൊജക്ഷൻ, ഉള്ളിലുള്ളതാണ് പുറത്ത് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റഗ്രൽ ഓപ്റ്റിമിസം പറയുന്നത് ഉള്ളിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ലൈഫിനെ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയി മാറ്റിക്കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ലോകം കൂടുതൽ മനോഹരമായിരിക്കും എന്നുള്ളതാണ്. പുറത്തെ ലോകം മനോഹരമാക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലെ ലോകം ഞാൻ കൂടുതൽ മനോഹരമാക്കേണ്ടതുണ്ട്, ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ കാഴ്ചപ്പാട്. അഥവാ പാഷനേറ്റ് ടു ബി പോസിറ്റീവ് ആൻഡ് പ്രോ ആക്റ്റീവ്. നമ്മൾ ഒന്ന് പോസിറ്റീവ് ആവണം, രണ്ട് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാവണം നമ്മൾ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് അവസരത്തിന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട അളവിൽ പ്രതികരിക്കാനുള്ള, റെസ്പോണ്ട് ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവാണ്. അപ്പൊ നമ്മൾ പറയുന്നതൊക്കെയും പോസിറ്റീവ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പറയുന്നതൊക്കെയും നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാക്കാൻ മെല്ലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ഇപ്പോ അര ഗ്ലാസ് നമ്മൾ സ്ഥിരം പറയാറുള്ള എക്സാമ്പിൾ ഉണ്ടല്ലോ, അര ഗ്ലാസ് വെള്ളമുള്ള ഒരു ഗ്ലാസ്, ഇതിൽ അര ഗ്ലാസ് വെള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആള് പറഞ്ഞില്ലേ, ഓ അര ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ. ഇതൊരു പെർസ്പെക്റ്റീവാണ്. നമ്മൾ പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പലപ്പോഴും നമ്മൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലക്ക് കുട്ടികൾ എന്നോട് പറയാറുണ്ട്, സർ ഈ പേപ്പറിൽ എനിക്ക് 17 മാർക്കേ കിട്ടിയുള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട്, അവർ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 17 മാർക്ക് കിട്ടിയില്ലേ? ഗുഡ്. കിട്ടിയുള്ളൂ എന്ന് പറയുന്ന സങ്കടത്തെ ഇത്രയും കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന ഒരു മാറ്റം. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, അടുത്ത പരീക്ഷയ്ക്ക് 2 മാർക്കെങ്കിലും ആ കുട്ടികൾ കൂടുതൽ വാങ്ങിയത് എൻ്റെ കുറേ കൊല്ലത്തെ അധ്യാപന പരിചയമാണ്. സങ്കടത്തോടു കൂടി ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് അവർ പറയുന്ന സമയത്ത്, ഇത്രയും മാർക്ക് നിനക്ക് കിട്ടിയില്ലേ, ഗുഡ് എന്ന് അവരോട് പറയുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ പറയാറുള്ളത് അല്ലേ, ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കാറാണ്. തിരിച്ച് നമ്മൾ ഇങ്ങനെയൊന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഫേസിലുണ്ടാകുന്ന ഒരു മാറ്റം, അത് പലപ്പോഴും അടുത്ത എക്സാമിന് മാത്രമല്ല, നമ്മൾ അവരെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വ്യത്യാസം വളരെ വലുതാണ്. ഇതാണ് ശരിക്കും സ്പോണ്ടേനിറ്റി. പോസിറ്റീവായിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക. പോസിറ്റീവായിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരാൾ സങ്കടം പറയുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു പോസിറ്റീവ് കണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ, ഒന്ന് അവർക്ക് സമാധാനമാണ്, രണ്ട് അവർ നമ്മളെ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. അതുകൊണ്ട് പോസിറ്റീവ് ആവുക, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലൊക്കെ ഒന്ന് പോസിറ്റീവായാൽ നമുക്കത് കാണാൻ പറ്റും, അതിൻ്റെ റിസൾട്ടും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ ഓപ്റ്റിമിസം, നമ്മൾ ശരിക്ക് ഒരു സാൻഡ്വിച്ച് ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്.
നമ്മൾ എന്ത് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ശുഭപ്രതീക്ഷ നമ്മൾ ഇതാക്കി കൊടുക്കുക. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, ഉള്ളതായിരിക്കണം. പക്ഷെ അതിൽ ചെറിയൊരു ശുഭപ്രതീക്ഷയുടെ ഒരു സംഗതി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളിലാണ് മാറ്റം ഉണ്ടാക്കുക. ഇത് എന്തിനാണ് നമ്മൾ പറയണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലാണ്. പുഞ്ചിരിയെ പറ്റി പറഞ്ഞതുപോലെയാണ്. ഞാൻ നിങ്ങളെ കാണുന്ന സമയത്തൊന്ന് പുഞ്ചിരിച്ചാൽ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നതോടൊപ്പം എൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ്സിൻ്റെ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കെമിക്കൽ പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെയാണ് ഒരു നല്ല വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളിൽ ഹാപ്പിനെസിന്റെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ വഴികളെക്കുറിച്ച്, ഉള്ളതിനെ തന്നെ മെച്ചപ്പെടുത്താനുള്ള പുതിയ വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രോ ആക്റ്റീവ് ആവുന്നു. കാരണം എല്ലാ ക്രിയേറ്റിവിറ്റിയുടെയും അർത്ഥം കൂടുതൽ സൗകര്യങ്ങളും മെച്ചങ്ങളും ലോകത്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്തത്, അല്ലേ? ഒരു കാലത്ത് നമ്മൾ ഈ കല്ലിലലക്കി നടുവൊടിഞ്ഞപ്പോഴാണല്ലോ ആരോ ചിന്തിച്ചത് വാഷിംഗ് മെഷീനെ കുറിച്ച്. അങ്ങനെ ആരോ ചിന്തിച്ചപ്പോഴാണ് ഇതേ സംഗതി ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ഉണ്ടാവുന്നത്. നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഉരുണ്ട് പോവാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് ചക്രങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചാൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ക്രിയേറ്റീവായ സംഗതികൾ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എപ്പോഴും ക്രിയേറ്റിവിറ്റിയെ പറ്റി ആലോചിക്കുന്ന ബ്രെയിന് സജീവമായിരിക്കും എന്നുള്ളതാണ്, പോസിറ്റീവായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പാഷനേറ്റ് ആവണം. എന്തിനു വേണ്ടിയിട്ട്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോസിറ്റീവ് ആവാനും പ്രോ ആക്റ്റീവ് ആവാനും. ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയാൽ ആളുകൾക്കൊരു പക്ഷേ നമ്മളോട് സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കും, നമ്മളുമായിട്ട് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ അവർക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു എനർജി നമ്മളെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരാളായിട്ട് മാറിയിട്ട് നിങ്ങൾ നല്ലൊരു കൗൺസിലറായി മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വന്ന പോലെയല്ല പോകുന്നത്, സംതിങ് ഒരു ചേഞ്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ടുവേർഡ്സ് പോസിറ്റീവ്. ഈ സാധനമാണ് ഒരു നല്ല കൗൺസിലർ. കൗൺസിലറുടെ അടുത്ത് മന്ത്രവും മാജിക്കും ഒന്നുമല്ല. അയാൾ ഉപയോഗിക്കുന്ന വാക്കിൽ മറ്റേ ആളിൽ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, ഹാപ്പിനെസിന്റെ കെമിക്കൽസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും വരുമ്പോഴാണ് ഒരു ടോക്ക് തെറാപ്പിയായിട്ട് മാറുന്നത്. കൗൺസിലിങ്ങിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടോക്ക് തെറാപ്പി എന്നുള്ളതാണ്. അത് ഇഫക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെ സാധാരണ ജീവിതത്തിൽ ആലോചിച്ച് നോക്ക്. നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ തോന്നില്ലേ? നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാൽ കുട്ടികൾക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അവർ കൂടുതൽ സംസാരിക്കാൻ തയ്യാറാവില്ലേ? അപ്പം ഇങ്ങനെ നമ്മുടെ സംസാരത്തിൽ, ഇടപെടലുകളിൽ, പ്രവൃത്തികളിലൊക്കെയും തന്നെ പോസിറ്റീവും പ്രോ ആക്റ്റീവും ഇതാദ്യം ബോധപൂർവം ചെയ്യേണ്ടി വരും. കുറച്ചു കാലം ബോധപൂർവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പലപ്പോഴും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ ചെയ്യും. മുമ്പ് NLP പഠിക്കാൻ വേണ്ടി ഞാൻ മുംബൈയിൽ പോയ സമയത്ത് അവിടെ ഒരു പള്ളിയിലച്ഛനെ പരിചയപ്പെട്ടു. ഈ പള്ളിയിലച്ഛന് എപ്പോഴും ചിരിക്കുകയും, കാരണം ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മാസത്തോളം ഒരുമിച്ച് ഇരുന്നു. എപ്പോൾ സംസാരിച്ചാലും നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരിഷ്ടമാണ്. കാരണം നമുക്ക് സംസാരിച്ച് പോരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഒരു ഫീൽ ഇതാണ്, താങ്കളോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ സഹായത്തോടു കൂടി ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് വളരെ ബോധപൂർവം പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയതാണത്. അന്ന് ഞാനത് പലപ്പോഴും നാളെ ആരോട് എന്ത് പറയണം എന്നുള്ളത് എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചാലും അത്തരം ഒരു വാക്ക് എൻ്റെ വായെന്ന് വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
ഞാൻ എന്തെങ്കിലും നിങ്ങളെ കുറ്റം പറയണമെന്ന് വിചാരിച്ചാൽ പോലും, അത് പറഞ്ഞാൽ പോലും നല്ലതായിട്ടാണ് അറിയാതെ വന്നു പോകും. കാരണം അത്രയും ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു കാലം നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസുകളും നമ്മുടെ പ്രതികരണങ്ങളും നമ്മൾ സംസാരിക്കുന്നതും പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലും അറിയാതെ ഇത് വരും. ഇതൊരു ശീലമായി കഴിഞ്ഞാൽ മറ്റുള്ളവര് നമ്മളെ കുറെ കൂടി നന്നായിട്ട് കേൾക്കുകയും കുറെ കൂടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഡെയിലി ഹാപ്പിനെസിന്റെ കെമിക്കൽസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗവേഷണങ്ങൾ സോഷ്യൽ സർവീസ് നടത്തുന്ന ആളുകൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കുറവാണെന്നും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണെന്നും പറയുന്നതിന്റെ കാരണം അവർ പ്രോ ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ ബോധപൂർവം ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് കുറച്ചു കാലം ബോധപൂർവം, പിന്നെ നമ്മൾ അറിയാതെ അത് ശീലമായിക്കോളും. കാരണം നമ്മൾ ചെയ്യേണ്ടത് റീക്രിയേറ്റിംഗ് സ്റ്റോറീസ് ആണ്. നമ്മൾ നമ്മളുടെ തന്നെ കഥകൾ പുനഃസൃഷ്ടിക്കണം. കാരണം നമുക്ക് അത്തരം സംഗതികൾ വളരെ പൊട്ടൻഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ അല്ലെങ്കിൽ ആ അനുഭവം പോലെ നമുക്കും നമ്മുടേതായ സ്റ്റോറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിയിലേക്ക് പോവാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് പേഴ്സണൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പോസിറ്റീവ് വിസ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അഫർമേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഈ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എന്നെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരാൾ നിങ്ങളോട് വിശേഷം ചോദിച്ചാൽ, എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ, നമുക്ക് പിന്നെ ശരിക്ക് അറബികൾ പറയുന്ന ഒരു രീതിയുണ്ട്. അൽഹംദുലില്ലാ ഖൈർ എന്നാ പറയുക, ദൈവത്തിന് സ്തുതി, സുഖാണ് എന്നാണ് അവർ പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കുഴപ്പമില്ല, അങ്ങനെ പോണ്. ആ നമ്മൾ ഈ വർത്താനം പോലും നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും, കാരണം ഇത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് നമ്മൾ തന്നെ കേൾക്കും നമ്മളെപ്പറ്റി പറയുന്നത് എന്നുള്ളതാണ്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെയും ഞാൻ കൂടി കേൾക്കുകയും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹിപ്നോട്ടിക് പവർ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സങ്കടങ്ങൾ പറയാതിരിക്കുക, അതുപോലെ നമ്മുടെ പോസിറ്റീവ്സ് പറയുക, നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവരുടെ നന്മകൾ പറയുക, അവരോട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് സ്വകാര്യമായിട്ട് പറയുക, അവരുടെ കഴിവുകൾ മറ്റുള്ളവരെ കേൾക്ക പറയുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവാണ്. അതോടൊപ്പം നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ കിറ്റ് തന്നെ സൂക്ഷിക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതുന്ന സമയത്ത് അത്തരം സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് ഉപയോഗിക്കുക. എംബഡഡ് കമന്റ്സ്. എംബഡഡ് കമന്റ്സ് ആണ് നേരത്തെ പറഞ്ഞ നമ്മൾ സാൻഡ്വിച്ച് കമന്റ്സ് എന്ന് പറഞ്ഞില്ലേ. എന്ത് പറയുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസിറ്റീവ് ഒളിപ്പിച്ച് വെക്കുക. കേൾക്കുന്ന ആൾക്കത് മനസ്സിലാവണം. ആ പോസിറ്റീവ് കൃത്യമായിട്ട് നമുക്ക് അയാൾക്കത് മനസ്സിലാകേണ്ടതുണ്ട്. അതാണ് നമ്മൾ കൃത്യമായിട്ട് എംബഡഡ് കമന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. എംബഡഡ് കമന്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളത് ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ഇടയിൽ ഉൾക്കൊള്ളിച്ച് പറയുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് ഇത്തരം സെന്റൻസുകൾ വളരെ മനോഹരമാണ്. നമ്മൾ വാട്സപ്പിൽ പണ്ട് വായിച്ചൊരു സ്റ്റോറി ഇല്ലേ, പരീക്ഷയിൽ തോറ്റ് വിറച്ച് താഴോട്ട് നിൽക്കുന്ന മോന് വിറക്കുന്ന കൈകളോട് കൂടി പേപ്പർ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അച്ഛനോട് പറഞ്ഞില്ലേ, ഞാൻ തോറ്റുപോയ അച്ഛ. അച്ഛൻ ആ പയ്യനെ പിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഈ പരീക്ഷ ലോകാവസാനമൊന്നുമല്ല മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവന്റെ മുതുകിൽ തലോടിയത് ഒരു എംബഡഡ് കമന്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയെ നീ തോറ്റു എന്നുള്ളത് സത്യമാണ്, പക്ഷെ പരീക്ഷ ലോകാവസാനമല്ല എന്ന് പറഞ്ഞപ്പോ ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പരീക്ഷയിൽ മോൻ തോറ്റെങ്കിലും അച്ഛൻ ജയിച്ചു എന്നുള്ളതാണ്. കാരണം
അവിടെയാണ് ശരിക്കും നമ്മൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറയുന്നതിൻ്റെ കൂടെ അത്തരം സംഗതികൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് പവർ കൂട്ടുന്നതിന് അഫർമേഷൻ വളരെ ഇഫക്റ്റീവാണ്, എംബഡഡ് കമൻസ് വളരെ ഇഫക്റ്റീവാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായ മെന്റൽ പിക്ചറുകൾ, നമ്മൾ നേരത്തെ സെഗ്മെന്റ് ഇന്റൻഡിങ് ചെയ്ത സമയത്ത് കൃത്യമായ ചിത്രങ്ങൾ കണ്ടു, എൻവയൺമെന്റ് കണ്ടു, നമ്മൾ ചെയ്യുന്നത് കണ്ടു, ക്ലാരിറ്റിയോട് കൂടി കണ്ടു. കാരണം നമുക്ക് അത്തരം പിക്ചറുകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് പോകുന്നുള്ളതാണ്. ഇത് ശീലമാക്കുക എന്നുള്ള. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത് ഞാനാണ്. എൻ്റെ മൂഡ് എന്തായിരിക്കണം, എനിക്ക് പോസിറ്റീവ് ആവാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ മൂഡ് പോസിറ്റീവ് ആവും. മൂഡ് ഡിസൈനിങ് നമുക്ക് അടുത്ത മോഡ്യൂൾ വരുന്നുണ്ട്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലെ, നമ്മൾ പിന്നെ ചാർലി ചാപ്ലിനെ പറ്റി ആലോചിക്കുമ്പം തന്നെ നമുക്ക് ചിരി വരും. ചാർലി ചാപ്ലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ പ്രൊജക്റ്റ് ചെയ്തത് എൻ്റെ ഉള്ളിലുള്ള ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്നത് എന്താണോ അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരിക. ഇപ്പം നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് മൂഡുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. മൂഡിനെ പറ്റി അടുത്ത സെഷൻ നമുക്ക് പറയാനുള്ളത് കൊണ്ട് അത്രയും പറയുന്നു. നമ്മുടെ നല്ല വശങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ എങ്ങനെ സെൻസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അത് പോസിറ്റീവായിരിക്കുക. സോഷ്യൽ സർക്കിളിൽ നമ്മളൊരു അവശ്യ ഘടകമായിരിക്കുക. ഒരു സോഷ്യൽ കാര്യം വരുന്ന സമയത്ത് നമുക്കവിടെ റോളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവിടെയും പ്രയോജനപ്രദമായ എന്തെങ്കിലും പറയുകയും ചെയ്യുന്നവരായിട്ട് മാറുക. അതുപോലെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ സെഗ്മെന്റ് ഇന്റൻഡിങ്ങിൽ ചെയ്തതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. ഈ സംഗതികളൊക്കെയും നമ്മൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പിന്നെ നെഗറ്റീവ് ഫീലിങ്സും വിസ്പേഴ്സും കാര്യങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ളൊരു ടെക്നിക്കാണ് സ്യൂഡോ ഓറിയന്റേഷൻ ഇൻ ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമുക്ക് പരിശീലിക്കാനുള്ളത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ടെക്നിക്ക് അടുത്ത സെഷന്റെ തുടക്കത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, നമ്മൾ കടന്നുപോയിട്ടുള്ള സങ്കടങ്ങളിലൂടെ കടന്നുപോയി അതിനെ നമ്മൾ പിന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന, ഫ്യൂച്ചറിലേക്ക് വരുന്ന അങ്ങനെ ഈ ടെക്നിക്ക് മിൽട്ടൺ എറിക്സൺ പണ്ട് ഉപയോഗിച്ചതാണ്. പിന്നെ കോൺവെർസേഷണൽ ഹിപ്നോസിസിന്റെ, എറിക്സോണിയൻ ഹിപ്നോസിസിന്റെ ആചാര്യനായിട്ടുള്ള ഇദ്ദേഹം 1960കളിൽ ഉപയോഗിച്ച ടെക്നിക്ക് തന്നെയാണ് ഇന്നും വളരെ റെലവൻ്റ് ആണ്. അത് സ്യൂഡോ ഓറിയന്റേഷൻ ടെക്നിക്ക്. ഹിപ്നോസിസിൽ അദ്ദേഹം ഉപയോഗിച്ച ആ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യും, പ്രൊസീജിയറും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്ക് പിന്നെ ഹാർമോണിയസ് സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതിനെ ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്ക്, നമ്മളുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇമോഷൻ, ഇത് നാലും നമുക്ക് എന്താവേണ്ടതുണ്ട്? പോസിറ്റീവ്. അതുകൊണ്ടാണ് അങ്ങനെ ഹാർമോണിയസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ നല്ലതാവണം, നമ്മുടെ ചിന്ത നല്ലതാവണം, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാവണം, നമ്മുടെ ഫീലിങ്ങുകൾ നല്ലതാവണം. ഇതിനെ ബോധപൂർവം നന്നാക്കി 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നല്ലതേ വരും. അതാണ് ഹാർമോണിയസ് സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഈ മോഡ്യൂളിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഹ്യൂമൻ ഗ്രോത്ത് എന്ന ടൈറ്റിൽ കൊടുത്തത്. നമുക്കതിന് കഥകൾ ഉപയോഗിക്കാം, അതിന് പിന്നെ നമുക്ക് കീർത്തനങ്ങൾ ഉപയോഗിക്കാം, നമുക്ക് കോട്ടുകൾ ഉപയോഗിക്കാം, നമുക്ക് ഇമേജസ് ഉപയോഗിക്കാം, ഈവൻ നല്ല മൂവീസ് ഉപയോഗിക്കാം, ദ സീക്രട്ട് പോലെയുള്ള മൂവികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണോ പോസിറ്റീവ് ആവാൻ പറ്റുക അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആവുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നമ്മളുടെ മനസ്സ് പോസിറ്റീവായിട്ട് മാറും. സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായാൽ പിന്നെ പോസിറ്റീവേ പുറത്തേക്ക് വരും. ടാങ്കിലെ വെള്ളം നല്ലതാണെങ്കിൽ പൈപ്പിലെ വെള്ളവും നന്നായിരിക്കുമെന്ന് പറയുന്നത് പോലെ
അപ്പൊ അതാണ് ഹാർമോണിയസ് സ്പിരിച്വൽ ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് വായനയാവാം, നല്ല പുസ്തകങ്ങളുടെ, കേൾവിയാവാം, നല്ല വീഡിയോസിന്റെ, അതേപോലെ തന്നെ എന്തിൻ്റെയും നമുക്ക് ഏത് വഴിയും ഉപയോഗിക്കാം. ഇനി അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് ടൈം ഫോർ റിഫ്ലക്ഷൻ. ചോദ്യങ്ങൾ ഉണ്ടെങ്കിലാവാം, കമന്റുകൾ ഉണ്ടെങ്കിലാവാം, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിലാവാം. സർ, ഈ ഓപ്റ്റിമിസ്റ്റിക് സ്റ്റോറി പറഞ്ഞില്ലേ? ഗുഡ് ആ, ഈവനിങ് സർ. ആ, അതുപോലെ ഒരുപാട് റിയൽ ലൈഫ് സ്റ്റോറീസ് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, PG പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്, ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഷീ ഈസ് വർക്കിംഗ് ഇൻ RCC ആൻഡ് ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. ഓക്കെ. ഓ, അപ്പൊ ഈ പറഞ്ഞ പോലെ അവക്ക് 2 ചെറിയ മക്കളാണ്, ട്വിൻസ് ആണ്. അതായത് നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടായ 2 ട്വിൻ ബോയ്സ് ആണ്. ആൻഡ് ഷീ വർക്ക്സ് ഇൻ ദ ബയോ ഇൻഫർമാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RCC. അപ്പൊ നമ്മള് PG ഗ്രൂപ്പില് നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് എപ്പോഴും RCCയിൽ കുറെ സോഷ്യൽ സർവീസ് ചെയ്യാറുണ്ട് ത്രൂ ഹെർ, ബിക്കോസ് വി ഗെറ്റ് ടു നോ ദ ഏറ്റവും നീഡി പേഴ്സൺസ്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ. അപ്പൊ അവള് ത്രൂ ആണ് നമ്മളെ എല്ലാ നീഡി പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം അവക്ക് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. എന്നിട്ട് ജാനുവരി 1 വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് അവളുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ഷീ ഈസ് ലെഫ്റ്റ് വിത്ത് ദീസ് 2 ടൈനി ട്വിൻ ബോയ്സ്. ആൻഡ് വി വർ ഓൾസോ അപ്സെറ്റ് ബിക്കോസ് ജാനുവരി 1 എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഇവിടെ ആഘോഷിക്കുന്ന ഒരു ടൈമിലാണ് ഇതവിടെ സംഭവിക്കുന്നത്. ആൻഡ് അത്രയും നമ്മള് നീഡിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ നമ്മുടെ ഗ്രൂപ്പിലെ ഒരാള് അവളായിരുന്നു. ആൻഡ് പിന്നെ RCCയിലെ ഡയറക്ടർ ടു ഹെൽപ്പ് ഗെറ്റ് ത്രൂ ദാറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ബിക്കോസ് ഷി വാസ് ഗോയിങ് ത്രൂ കീമോ. 2 or 3 കീമോ കഴിഞ്ഞിട്ടാണ് ഇടയിൽ ഈ ജാനുവരി 1 ഇത് സംഭവിക്കണം. അപ്പൊ ഷീ ഹാസ് ടു കണ്ടിന്യൂ ദ ട്രീറ്റ്മെന്റ്. അറ്റ് ദ സെയിം ടൈം മെന്റലി ഷീ ഈസ് സോ ഡൗൺ. അങ്ങനെ RCCയിലെ ഡയറക്ടർ എന്നും അവരെ സ്റ്റാഫിനെ അയക്കും വീട്ടില്. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്റ്റാഫ് കൂടെ നിന്നിട്ട് മരുന്നെടുത്ത് കൊടുക്കുകയും, ബിക്കോസ് ഷീ ഓൺലി ഹാസ് 2 brothers who can help her. Parents are very old, father is bedridden and mother cannot walk. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ RCCയിലെ ഡയറക്ടർ ഇങ്ങനെ എന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ അയച്ചു കൊടുക്കും. അവരെന്നെ മരുന്നെടുത്ത് കൊടുക്കാനും കൂടെ നിൽക്കാനും ഭക്ഷണം എടുത്ത് കൊടുക്കാനും വൈകുന്നേരം വരെ ആ സ്റ്റാഫ് ഹെൽപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോ യെറ്റ് ഷീ വെന്റ് ത്രൂ എവ്രിതിങ്. ഇതെല്ലാം കഴിഞ്ഞ് ഷീ ഹാഡ് ടു ഗോ ത്രൂ ദ ഫ്യൂണറൽ റൈറ്റ്സ്. ഹിന്ദുസ് ആണ്, ഫ്യൂണറൽ റൈറ്റ്സ് ഒക്കെ ചെയ്തു. അപ്പൊ അതിനൊക്കെ ഷീ ഹാഡ് ടു ബി സ്ട്രോങ്. അതെല്ലാം കഴിഞ്ഞിട്ട് 1 month കഴിഞ്ഞ് ജാനുവരി കഴിഞ്ഞതോടും ഫാദർ മരിച്ചു. ഓക്കെ. അപ്പൊ ഈ എന്താ പറയാ, ഈ ഒന്നിന്മേൽ ഒന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളാണ് വി വർ ദ വൺസ് ഗെറ്റിംഗ് സോ അപ്സെറ്റ് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഹൗ ഷി ഗോയിങ് ത്രൂ ദിസ് എന്നുള്ളത്. ബട്ട് അൽഹംദുലില്ലാ ഷീ റിയലി ഫോട്ട് ത്രൂ ആൻഡ് ഷീ കംപ്ലീറ്റഡ് ഓൾ ദ കീമോ. അത് കഴിഞ്ഞ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവള് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ പോയി. ഷീ ഈസ് വർക്കിംഗ് നൗ. ആൻഡ് ഈവൻ ലാസ്റ്റ് മന്ത് വെൻ ഐ വെന്റ് ടു ഇന്ത്യ ഐ മെറ്റ് ഹർ. ആൻഡ് പാവം ദ ചിൽഡ്രൻ ആർ അവർക്ക് എന്നും അച്ഛനെ കാണുന്ന, അച്ഛനുണ്ടായിരുന്ന നമുക്ക് കളിക്കായിരുന്നു അമ്മേ എന്നൊക്കെ എന്നും അവർ പറയും. ബട്ട് ഷീ ഈസ് പുള്ളിങ് ത്രൂ ലൈഫ് ആൻഡ് അതൊരു ഭയങ്കര ഒരു കഥയായിപ്പോയി. പിന്നെ ജസ്റ്റ് ഈ ഒരു സാറ്റർഡേ ഞാനൊരു ഇവന്റിൽ പങ്കെടുത്തപ്പോൾ അതിലൊരു ആള് പറഞ്ഞൊരു റിയൽ ലൈഫ് സ്റ്റോറി. ഒരു 2 weeks ബാക്ക് ഇവിടെ നമ്മുടെ UAE അബുദാബിയിൽ ഒരു പുവർ ലേഡി, അവര് കൊല്ലത്ത് നിന്ന് ഇങ്ങനെ ആരോ വിസ കൊടുക്കാൻ, ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നതാണ്. വന്നിട്ട് അവര് ഒരു ട്രാപ്പിൽ പെട്ടു. എന്നിട്ട് അവരെ ട്രാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലായിട്ട് അവരെങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടിയിട്ട് 2 ദിവസം അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർ ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് മുസഫയിലെ ഓവർ ബ്രിഡ്ജ് അബുദാബിക്കാർക്ക് അറിയാൻ പറ്റും, അവിടെ കയറിയിട്ട് ഷീ വാസ് ഗോയിങ് ടു ജംപ് ഇൻ ടു ദ റോഡ്. ഓക്കെ, സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ആ കാറിന്റെ വേഗത കണ്ടിട്ട് അവര് കാല് തിരിച്ച് ഉള്ളിൽ വെച്ച്
എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് മുസഫ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡാണ്. എന്നിട്ട് അവർ ആ ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. പക്ഷെ 2 ദിവസമായിട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവർ കുഴഞ്ഞു വീണ് റോഡിൽ. എന്നിട്ട് ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ലേബറർ അദ്ദേഹം ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ചോറ് പാത്രം ഇങ്ങനെ പുറത്തെടുത്ത് ഈ ലേഡി കുഴഞ്ഞു വീണ് കിടക്കണ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ചോറ് ഈ സ്ത്രീക്ക് കൊടുത്ത് വെള്ളവും കൊടുത്തിട്ട് അദ്ദേഹം തന്നെ ഈ സ്ത്രീയെ കൈപിടിച്ച് പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചു. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഈ ഫ്രണ്ടിനെ വിളിക്കുകയും ഫ്രണ്ട് അവിടെ പോവുകയും അങ്ങനെയാണ് ഈ കഥ മൊത്തം അറിയുന്നത്. പിന്നെ അവര് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഈ ലേഡിയെ സേഫ് ആയിട്ട് നാട്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പൊ ഈ ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത ആ ഒരു ലേബററി കാണിച്ച ഒരു ഇത് അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും. then we value life, and then we know how much we can do. ഒന്നുമില്ലാത്ത ഒരാൾ ഇത്രയും ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അങ്ങനത്തെ 2-3 ലൈഫ് സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് ഇതുപോലെ പറയാൻ. പക്ഷെ ഇപ്പൊ എനിക്കിത് 2 ഓർമ്മ വന്നു സാർ ഇത് പറഞ്ഞപ്പോ എനിക്കിത് ഓർമ്മ. ഈ മഹാന്മാരുടെ കഥകളാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഇതുപോലുള്ള സാധാരണക്കാർ ചെയ്യുന്ന മഹത്വം നിറഞ്ഞ കഥകൾ പലപ്പോഴും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. വെറും സാധാരണക്കാരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ചെയ്യുന്ന മഹാകാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വലിയ വലിയ മഹാസംഭവങ്ങളെക്കാൾ വലുതും മനുഷ്യന്മാർക്ക് പ്രയോജനപ്പെടുന്നതുമായിരിക്കും. അതാണ് ശരിക്കും നമ്മൾ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും നമ്മളുടെ ഈ പറയുന്ന തരത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഇതുപോലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡുകൾ രേഖപ്പെടുത്തുക. ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഒരു പഠിക്കാനുള്ള കോഴ്സല്ല, പ്രവർത്തിക്കാനുള്ള സാധനമാണ്, ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അപ്പോഴാണ് ശരിക്കത് നമുക്ക് പ്രയോജനപ്പെടുക. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഈ കോഴ്സ് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റ് പല കോഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പർപ്പസ് കൗൺസിലേഴ്സ് ഉപയോഗിക്കുക, തെറപ്പികൾ പഠിപ്പിക്കുക, തെറപ്പി പഠിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി ഇരുന്ന് ആലോചിച്ചതും അതിൻ്റെ ഒരു മോഡ്യൂളുകൾ സെറ്റ് ചെയ്തതും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സി യു ഇൻ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു സർ. വെൽക്കം. താങ്ക് യു സാർ.